ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 1-ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഇൻ്റഗ്രേഷൻ ഡേ 1 അഥവാ ഉത്കൃതനം ദിവസം 1 പരീക്ഷ വരുന്നതല്ലേ. അപ്പോൾ ടീച്ചർ മക്കൾക്കുള്ള പരീക്ഷ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ കൂട്ടുകാർക്ക് എക്സാമിന് ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ ഇൻ്റഗ്രേഷൻ അഥവാ ഉത്കൃതനം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലും മലയാളം മീഡിയം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമായിരിക്കും ചോദിക്കുക കേട്ടോ. മക്കൾക്കറിയാലോ, മലയാളവും അതുപോലെ തന്നെ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉത്കൃതനം പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഉനൈസിന് കിട്ടിയ പൂക്കൾ. ഓരോ കളങ്ങളിലെയും പൂക്കൾ എണ്ണി എഴുതൂ. മക്കൾക്ക് അവിടെ ഒരുപാട് പൂക്കൾ ഓരോരോ കളങ്ങളിലാക്കി തന്നിട്ടുണ്ട് അല്ലേ. അപ്പം മക്കളിത് പറഞ്ഞ ഇതാണ്, ഓരോ കളങ്ങളിലുമുള്ള പൂക്കൾ എത്രയാണെന്ന് എണ്ണിയിട്ട് അതിന് ചുവടെ തന്നിട്ടുള്ള കളത്തിൽ എഴുതാനാണ്. നോക്കിക്കുക മക്കളെ, ആദ്യം നമുക്ക് ചെമ്പരത്തി പൂവാണ് തന്നിട്ടുള്ളത് അല്ലേ. അത് എത്ര എണ്ണമുണ്ട്? എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് എണ്ണി നോക്കുക കേട്ടോ. മക്കൾക്ക് എണ്ണിയിട്ട് എഴുതാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കവിടെ ചെമ്പരത്തിപ്പൂ 8 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അടുത്ത പൂ നോക്കിക്കേ, ഏതാണ്? കോളാമ്പിയാണ് അല്ലേ. കോളാമ്പിപ്പൂ എത്ര എണ്ണമുണ്ട് മക്കളെ? കുറച്ച് അധികമുണ്ട് അല്ലേ. എത്രയാണെന്ന് നോക്കിക്കേ, 12 കോളാമ്പിപ്പൂവാണ് അവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അടുത്ത് നോക്കിക്കേ മക്കളെ, ശംഖുപുഷ്പമാണ് അല്ലേ. എത്ര എണ്ണമുണ്ട്? 14 ശംഖുപുഷ്പമാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഏത് പൂവാണ് ഉനൈസിന് കൂടുതൽ കിട്ടിയത്? ഏത് പൂവാണ് മക്കളെ കൂട്ടത്തിൽ ഏറ്റവും അധികം എണ്ണമുള്ളത്? അതെ, ശംഖുപുഷ്പത്തിനാണല്ലേ. അതായത് ശംഖുപുഷ്പമാണ് ഉനൈസിന് ഏറ്റവും കൂടുതൽ എണ്ണം കിട്ടിയിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കിക്കേ, ഏത് പൂവാണ് ഉനൈസിന് ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ളത്? ഏറ്റവും കുറവ് ഏതാണ് മക്കളെ? ചെമ്പരത്തിയാണല്ലേ. ആകെ 8 എണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മലയാളം മീഡിയത്തിലെ കൂട്ടുകാർക്ക് ടീച്ചർ മലയാളത്തിലും ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം തന്നെയാണ്. വെജിറ്റബിൾസ് എന്നതാണ് നമ്മുടെ ആക്ടിവിറ്റിയുടെ പേര്. റൈറ്റ് ദി നമ്പർ ഓഫ് റിമൈനിങ് വെജിറ്റബിൾസ്, അതായത് ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെ എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കുക മക്കളെ, അതിനായിട്ട് നമുക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. അതിലാദ്യം വെജിറ്റബിൾസ് എന്ന് പറയുന്നൊരു കോളം ഉണ്ട്. അതിലെന്ത് ചെയ്ത് ലേഡീസ് ഫിംഗർ അല്ലേ. ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വെണ്ടയ്ക്ക, അതുപോലെ തന്നെ ടൊമാറ്റോ, പൊട്ടറ്റോ, ഡ്രം സ്റ്റിക്ക് അല്ലേ. ഇത്രയും വെജിറ്റബിൾസ് അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻ എ ബാഗ്, അതായത് ആ ബാഗിൻ്റെ അകത്ത് ആകെയുള്ള വെജിറ്റബിൾസിൻ്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ലേഡീസ് ഫിംഗർ എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ? 9 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ടേക്കൺ ഫോർ സാമ്പാർ, 9 എണ്ണത്തിൽ നിന്ന് സാമ്പാറിനായിട്ട് എടുത്തത് എത്രയാണെന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 7 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. എങ്കിൽ റിമൈനിങ് ആണ് മക്കൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അതായത് ബാക്കി ഇനി എത്ര ലേഡീസ് ഫിംഗർ ഉണ്ടായിരിക്കുമെന്നാണ് മക്കൾ കണ്ടെത്തി പറയേണ്ടത്. 9 എണ്ണം ഉള്ളതിൽ നിന്ന് 7 എണ്ണം നമ്മൾ സാമ്പാറിനായിട്ട് എടുത്താൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും മക്കളെ? എത്ര ഉണ്ടായിരിക്കും? അതെ, 2 എണ്ണം മാത്രമേ ബാക്കി ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ, ടൊമാറ്റോ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 8 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് സാമ്പാറിനായിട്ട് നമ്മൾ 5 എണ്ണം മാറ്റി. ബാക്കി എത്ര ഉണ്ടായിരിക്കും മക്കളെ? 8ൽ നിന്ന് 5 എണ്ണം മാറ്റിയാൽ ബാക്കി നമുക്ക് 3 എന്ന് ആൻസർ കിട്ടൂ അല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ, പൊട്ടറ്റോ ആണല്ലേ. പൊട്ടറ്റോ 8 എണ്ണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 6 എണ്ണമാണ് നമ്മൾ സാമ്പാറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാലൻസ് എത്ര ഉണ്ടായിരിക്കും? ആകെ 2 പൊട്ടറ്റോയെ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. ലാസ്റ്റ് വന്ന് നോക്കിക്കേ, ഡ്രം സ്റ്റിക്കാണ്. 7 എണ്ണം ഉള്ളതിൽ 3 എണ്ണം മാത്രമാണ് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്രയാണ്? 4 ആയിരിക്കും റിമൈനിങ് ഉണ്ടാവുക അല്ലേ. ഓക്കെ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഒറ്റയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ, ഇവിടെ ഒരുപാട് ജീവികൾ തന്നിട്ടുണ്ട് അല്ലേ. ആരൊക്കെയാണ്? നിങ്ങൾക്കറിയാവുന്ന കൂട്ടുകാരൊക്കെയാണ് ഇവിടെ ഉള്ളത് അല്ലേ. കുഴിയാന, കുരുവി, പിന്നെയോ ചിലന്തി, അതുപോലെ മരംകൊത്തി, തേനീച്ച അല്ലേ. ഇങ്ങനെ ഒരുപാട് കൂട്ടുകാരുടെ ചിത്രങ്ങൾ നമുക്കവിടെ തന്നിട്ടുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യണം? ഇവരുടെ ഓരോരുത്തരുടെയും താമസ സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ താമസിക്കുന്ന കൂട് ഏതാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിലോട്ട് മക്കൾ മാച്ച് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം. ആദ്യം ഏതാണ്? കുഴിയാനയാണ് അല്ലേ. കുഴിയാന എവിടെയാണ് മക്കളെ താമസിക്കുക? മണ്ണിൽ കുഴിയെടുത്തിട്ട് അതിലാണ് താമസിക്കുക അല്ലേ. അപ്പോൾ എവിടേക്ക് വരയ്ക്കണം?
രണ്ടാമത്തെ ചിത്രത്തിലോട്ട് വേണം വരച്ച് ചേർക്കാനായിട്ട്. അടുത്തത് നോക്കിക്കേ മക്കളെ. അടുത്തത് കുരുവിയാണ് അല്ലേ. കുരുവിയെ നമ്മൾ എവിടേക്ക് വരയ്ക്കണം? കുരുവിയുടെ കൂട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. മരക്കൊമ്പുകളൊക്കെ എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നെസ്റ്റ് നമുക്കവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വേണം വരച്ച് ചേർക്കാനായിട്ട് കേട്ടോ. അടുത്ത നോക്കിക്കേ മക്കളെ, ചിലന്തിയാണല്ലേ. അതിന് നമുക്കറിയാം, എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതാണ്. അതിൻ്റെ വലയിലേക്ക് വേണം അല്ലേ, ചിലന്തി വലയിലേക്ക് വേണം വരച്ച് ചേർക്കാനായിട്ട്. അടുത്ത നോക്കിക്കേ മക്കളെ, ഏതാണ് ആ ബേർഡ്? വുഡ് പെക്കറാണ് അല്ലേ, മരംകൊത്തിയാണ്. മരംകൊത്തി എവിടെയാണ് മക്കളെ? മരത്തിലാണ് അല്ലേ. ലാസ്റ്റ് വന്ന് നോക്കിക്കേ, ഹണി ബി ആണ് അല്ലേ, തേനീച്ച. തേനീച്ചയുടെ കൂടെ മക്കൾക്ക് അറിയാലോ. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ, അതിലോട്ടും വരച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കൂട്ടുകാരും പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അവിടെ മക്കൾക്ക് ഒരുപാട് പലഹാരങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ദോശ, പൂരി, കൊഴുക്കട്ട, ഇഡ്ഡലി, ചപ്പാത്തി, പത്തിരി, ആപ്പിൾ, സമൂസ, ഇലയട, ഉഴുന്നുവട, പഴംപൊരി, മുന്തിരി, പാലപ്പം. അപ്പം ഇവയെ മക്കൾ എന്ത് ചെയ്യണം? വേവിക്കാത്തവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അതുപോലെ ആവിയിൽ വേവിക്കുന്നത്, ചുട്ടെടുക്കുന്നവ ഏതൊക്കെയാണ്, വറുത്തെടുക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും കൂടി ഒന്നിച്ചൊന്ന് കണ്ടെത്തി നോക്കാം. അപ്പോൾ ടീച്ചർ ഓരോ ഫുഡ് ഐറ്റത്തിൻ്റെ പേരുകളായിട്ട് വായിക്കാം. അപ്പം മക്കൾ പറയാം കേട്ടോ, അതെങ്ങനെയാണ് നമ്മൾ കഴിക്കുക, വേവിച്ചിട്ടാണോ, വേവിക്കാതെയാണോ, അല്ലെങ്കിൽ ആവിയിൽ വേവിക്കുന്നതാണോ, ചുട്ടെടുത്തിട്ടാണോ എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക, മക്കളൊന്ന് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ. നോക്കിക്കുക മക്കളെ, ആദ്യം തന്നെ ദോശയാണ്. ദോശ എന്താണ്? അതെ, ദോശ നമ്മൾ ചുട്ടെടുക്കുന്നതാണ് അല്ലേ. അടുത്ത നോക്കിക്കുക മക്കളെ, പൂരി. പൂരി എന്താണ്? പൂരി നമ്മൾ വറുത്തെടുക്കുന്നതാണ് അല്ലേ. അടുത്ത നോക്കിക്കുക മക്കളെ, കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ടയാണെങ്കിൽ എങ്ങനെയാണ്? ആവിയിൽ വേവിക്കുന്നതാണ് അല്ലേ. അടുത്തത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും നമ്മളെങ്ങനെയാണ്? ആവിയിൽ വേവിക്കുന്നതാണ്. അടുത്ത നോക്കിക്കുക മക്കളെ, ചപ്പാത്തി, പത്തിരി ഇവയൊക്കെയാണ് അല്ലേ. അത് നമ്മളെങ്ങനെയാണ്? ചപ്പാത്തിയും പത്തിരിയൊക്കെ നമ്മൾ ചുട്ടെടുക്കുന്നതാണ് അല്ലേ. അടുത്ത നോക്കിക്കുക, ആപ്പിൾ. ആപ്പിൾ എങ്ങനെയാണ് മക്കളെ? നമ്മൾ വേവിക്കാതെ തന്നെയാണ് ആപ്പിൾ കഴിക്കുക. സമൂസ നോക്കിക്കേ, സമൂസ നമ്മൾ വറുത്തെടുക്കും അല്ലേ. അടുത്തത് ഇലയട. ഇലയട എങ്ങനെയാണ്? അത് നമ്മൾ ആവിയിൽ വേവിക്കുന്നതാണ്. ഉഴുന്നുവടയോ? ഉഴുന്നുവട നമ്മൾ വറുത്തെടുക്കുന്നതാണല്ലേ. അതുപോലെ തന്നെ പഴംപൊരി നമ്മൾ വറുത്തെടുക്കുന്നതാണ്. അടുത്തത് മുന്തിരി. മുന്തിരി നമ്മൾ വേവിക്കാതെയാണ് അല്ലേ. അത് കഴിഞ്ഞ് നോക്കിക്കേ, പാലപ്പം നമ്മൾ ചുട്ടെടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ വേണം മക്കൾ അത് ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും വേഗം ഉത്തരത്തിലോട്ട് എത്താനായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മക്കൾ എന്ത് ചെയ്യണം, നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നാളെ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതിയിട്ട് മുഴുവൻ മാർക്ക് മേടിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.